നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കർശനമായ നടപടികളിലേക്ക് നീങ്ങിയിരിക്കുകയാണ് ഷാർജ. പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുകയും പരിസ്ഥിതി സൗഹൃദ ബദലുകൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കുന്ന സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളുടെയും മറ്റും നിയന്ത്രിക്കുന്നതിനുള്ള നടപടികൾക്ക് ഷാർജയിലും തുടക്കമായിരിക്കുകയാണ്. ഇതിന് മുന്നോടിയായി ഒക്ടോബർ 1 മുതൽ ഷാർജയിൽ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ബാഗുകൾക്കും മറ്റ് സാധനങ്ങൾക്കും പണം ഈടാക്കി തുടങ്ങിയിട്ടുണ്ട്. ഉപഭോക്താക്കൾ ആവശ്യപ്പെടുന്ന ഓരോ പ്ലാസ്റ്റിക് ബാഗിനും 25 ഫിൽസ് വീതമായിരിക്കും ഈടാക്കുക. ഒറ്റത്തവണ ഉപയോഗത്തിനുള്ള പ്ലാസ്റ്റിക് ബാഗുകൾ എമിറേറ്റിൽ നിരോധിക്കുന്നതിന് മുന്നോടിയായാണ് അവയ്ക്ക് പണം ഈടാക്കുന്നത്. ഇത് സംബന്ധിച്ച് നേരത്തെ തന്നെ അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. 2024 ജനുവരി 1 മുതൽ ഒറ്റത്തവണ ഉപയോഗത്തിനുള്ള പ്ലാസ്റ്റിക് ബാഗുകളുടെയും സമാനമായ മറ്റ് സാധനങ്ങളുടെയും ഉത്പാദനം, വ്യാപാരം, ഇറക്കുമതി എന്നിവയും വിതരണവും പൂർണ്ണമായും നിരോധിക്കും. ഇതിന് സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തുന്നതിന്റെ ആദ്യഘട്ടം എന്ന നിലയിലാണ് ഒക്ടോബറിൽ ഇവയ്ക്ക് നിശ്ചിത തുക ഈടാക്കാനുള്ള ഈ തീരുമാനം. നിരോധനം നടപ്പാക്കാൻ ആവശ്യമായ മാനദണ്ഡങ്ങളും നിബന്ധനകളും തയ്യാറാക്കാൻ മുനിസിപ്പൽ കാര്യ മന്ത്രാലയത്തോട് ഷാർജ എക്സിക്യൂട്ടീവ് കൗൺസിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഉപഭോക്താക്കളെ ലക്ഷ്യമിട്ടുള്ള ബോധവത്കരണ പരിപാടികളും സംഘടിപ്പിക്കും. ഷാർജ ഭരണാധികാരിയും UAE സുപ്രീം കൗൺസിൽ അംഗവുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമിയുടെ നിർദ്ദേശപ്രകാരമാണ് ഒറ്റത്തവണ ഉപയോഗത്തിനുള്ള പ്ലാസ്റ്റിക് ബാഗുകളുടെ നിരോധനം കൊണ്ടുവരുന്നത്. പ്ലാസ്റ്റിക് മലിനീകരണം കൊണ്ടുണ്ടാകുന്ന ദൂഷ്യവശങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാൻ ലക്ഷ്യമിട്ടാണ് ഒറ്റത്തവണ ഉപയോഗത്തിനുള്ള പ്ലാസ്റ്റിക് ബാഗുകൾക്ക് നിരോധനം ഏർപ്പെടുത്തുന്നത്. പൂർണ്ണമായ നിരോധനം കൊണ്ടുവരുന്നതിന് മുൻപ് ഇത്തരം ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം കുറച്ചുകൊണ്ടുവന്ന് അതുമായി പൊരുത്തപ്പെടാൻ ഉപഭോക്താക്കളെ പ്രാപ്തമാക്കുന്ന തരത്തിലായിരിക്കും നിരോധനം ഏർപ്പെടുത്തുക. ഒറ്റത്തവണ ഉപയോഗത്തിനുള്ള പ്ലാസ്റ്റിക് ബാഗുകൾക്ക് പകരമായി പലതവണ ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള പ്രകൃതി സൗഹൃദ ബദൽ സംവിധാനങ്ങൾ വ്യാപാര സ്ഥാപനങ്ങൾ ഉപഭോക്താക്കൾക്കായി ഒരുക്കണമെന്നും ഷാർജ എക്സിക്യൂട്ടീവ് കൗൺസിൽ പുറത്തിറക്കിയ അറിയിപ്പിൽ പറയുന്നുണ്ട്. ഒറ്റത്തവണ ഉപയോഗത്തിനുള്ള പ്ലാസ്റ്റിക് ബാഗുകൾക്ക് പകരമായി കൊണ്ടുവരുന്ന മറ്റ് ബാഗുകളുടെ ഉപയോഗം നിർമ്മിത മാനദണ്ഡങ്ങൾ പ്രകാരമാണെന്ന് അധികൃതർ ഉറപ്പുവരുത്തും. ഇത്തരം ബാഗുകൾ മുനിസിപ്പൽ കാര്യ വകുപ്പ് അംഗീകരിക്കുന്ന സാങ്കേതിക മാനദണ്ഡങ്ങൾക്ക് വിധേയമായിട്ടായിരിക്കും. ഓരോ വ്യാപാര സ്ഥാപനത്തിലും എത്തുന്ന ഉപഭോക്താക്കളോട് ഒറ്റത്തവണ ഉപയോഗത്തിനുള്ള പ്ലാസ്റ്റിക് ബാഗുകൾക്ക് 25 ഫിൽസ് വീതം ഈടാക്കുമെന്നും അതിന്റെ ദൂഷ്യവശങ്ങളെ കുറിച്ച് വ്യാപാര സ്ഥാപനങ്ങൾ വിവരിച്ചും കൊടുക്കണം. ഇത്തരം ബാഗുകളുടെ ഉപയോഗം സ്റ്റോറുകളും നിയന്ത്രിക്കണം. സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് നിരോധിക്കുന്നതിന്റെ മുന്നോടിയായി പ്ലാസ്റ്റിക് പരിസ്ഥിതിക്കും മനുഷ്യന്റെ ആരോഗ്യത്തിനും ഉണ്ടാക്കുന്ന അപകടങ്ങളെ കുറിച്ച് കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ ബോധവത്കരിക്കാൻ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചതായി എക്സിക്യൂട്ടീവ് കൗൺസിൽ പ്രതിനിധികൾ അറിയിച്ചിട്ടുണ്ട്. പ്ലാസ്റ്റിക്കിന് ബദലായി ഉപയോഗിക്കാവുന്ന ബാഗുകളും മറ്റ് നിർമ്മിക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനുമുള്ള സംവിധാനങ്ങളും അധികൃതർ ഒരുക്കിയിട്ടുണ്ട്. അബുദാബിയിൽ ജൂൺ 1 മുതലും ദുബായിൽ ജൂലൈ 1 മുതലും ഒറ്റത്തവണ ഉപയോഗത്തിനുള്ള പ്ലാസ്റ്റിക് ബാഗുകൾക്ക് നിരോധനം പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. നിലവിൽ ഇവിടങ്ങളിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിലവിൽ ഒറ്റത്തവണ ഉപയോഗത്തിനുള്ള പ്ലാസ്റ്റിക് ബാഗുകൾക്ക് 25 ഫിൽസ് വീതം ഈടാക്കുന്നുമുണ്ട്. പ്രവാസികൾ എല്ലാവരും ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.